ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ പറഞ്ഞു അനിയന് കോളേജിലേക്ക് അമ്മ തട്ടിക്കൂട്ടൊരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോകും, കാരണം ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചു എന്തായാലും തക്കാളി ചോറല്ല, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാം. നമുക്ക് പിന്നെ കണ്ടൻറ്റ് ക്ഷമ നല്ല രീതിയിലുള്ളതുകൊണ്ട് എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. എത്രത്തോളം ക്ലിയർ ആയെന്ന് എനിക്കറിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ സ്റ്റൗവിനോടെ കുറച്ച് വെളിച്ചക്കുറവുണ്ട്. പിന്നെ പറ്റുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോയോ. അമ്മയുടെ നല്ല ബിരിയാണി അരി കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോർമൽ അരിയാണെങ്കിൽ നമ്മളൊരു 3-4 ആവർത്തി കഴുകത്തില്ല, അതേപോലെ അമ്മയും ഏകദേശം ഒരു 4-5 ആവർത്തി ഇത് കഴുകുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് സാധനമൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട സവാള, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നേരെ കടുക് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇടുക. പിന്നെ സവാളയും പച്ചമുളകും ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ടൊന്ന് വഴണ്ട് കിട്ടണം, അതായത് ഒരു ബ്രൗൺ ഷെയ്ഡ്. അതിന് മുമ്പ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം ആകുമ്പോഴത്തേന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം അതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേന് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റും നല്ല രീതിയിൽ വഴണ്ടി കിട്ടണം. അപ്പം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യും. സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്ന് അറിയത്തില്ലേ, അപ്പോൾ അമ്മ അങ്ങനെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റേ പിങ്ക് സോൾട്ട് അതായിരുന്നു ഒരു പിങ്ക് കളർ കാണുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഏകദേശം സവാളയ്ക്ക് ഒരു നല്ല ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി സവാള എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മളുടെ പൊടി ഐറ്റംസ്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇവിടെ കുറച്ചേ പൊടി ഐറ്റംസ് എടുക്കുന്നുള്ളൂ. ബിക്കോസ് ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ സാധനം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുക്കുക. ഈ പൊടീൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേന് തക്കാളി അമ്മ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. അത് ഏകദേശം ആ ഒരു പൊടിയിലും എല്ലാത്തിലും ഒന്ന് മിക്സായി തക്കാളി ഒരു ജ്യൂസ് പരുവാകത്തില്ലേ, അതേപോലെ ഒന്ന് വഴണ്ട് വരണം. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മസാലപ്പൊടി ഇത് അമ്മ തന്നെത്താൻ ഇവിടെ പൊടിച്ച്, നമ്മൾ വീടുകളിൽ പൊടിച്ച് വെക്കത്തില്ല, ഈ കറുവപ്പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ഇട്ടിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടി ആ മണത്തിനും ഫ്ലേവറിനും വേണ്ടി ഇട്ടേക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ അരി എടുത്തതിനനുസരിച്ചുള്ള ഗ്ലാസ് വെള്ളം, നമ്മളിപ്പം ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അങ്ങനെ എന്തൊക്കെയോ കണക്കില്ല, 2 ഗ്ലാസ് വെള്ളം എന്നൊക്കെ ആ ഒരു കണക്കിലെടുക്കുക. എന്നിട്ട് അമ്മ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ഫ്ലേവറിനും ആ ഒരു മണത്തിനൊക്കെ വേണ്ടി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കണം. ഏകദേശം ഒന്ന് നല്ല തിളച്ച് വരുന്ന പരുവം, നമുക്കറിയാമല്ലോ വെള്ളം ഒന്ന് മസാലയും തക്കാളിയൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന പരുവാകുമ്പോൾ ഈ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റൈസ് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് നമ്മൾക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ടോ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുക, ലൈക്ക് ഒന്ന് നോക്കുക. എന്നിട്ട് ഈ അരി നല്ല രീതിയിൽ ഇതിനകത്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലാവുന്ന സെറ്റ് ആവട്ടെ എന്നുള്ള രീതിയിൽ വെക്കുക. എന്നിട്ട് ഏകദേശം നമ്മൾ കുക്കർ അടച്ച് വിസിലിട്ട് വെക്കുക. കറക്റ്റ് 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ അമ്മ വേറൊരു കുക്കറിൽ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അപ്പുറത്തിരുന്ന് വിസിലടിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവിടെ ഏകദേശം 2 വിസിൽ കഴിഞ്ഞപ്പോഴത്തേന് കുക്കർ ആ ഒരു ഗ്യാസ് പോയി തുറന്നപ്പോഴത്തേന് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അമ്മേനോട് പറഞ്ഞു വെട്ടത്തേക്കൊന്ന് വെച്ച് തരുമോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ വെട്ടത്തേക്ക് വെച്ചപ്പോൾ നല്ല എന്താ പറയുക ഒരു പ്രത്യേക മണവും, ആ കുക്കർ അങ്ങോട്ട് തുറന്നപ്പോൾ മണവും തക്കാളിൻ്റെ ആ ഒരു ഇതും കളറും എല്ലാം കൂടി ഒരുമാതിരി പ്രത്യേക, എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എങ്കിലും ആ ഒരു തുറക്കുമ്പോൾ ഒരു മണമില്ലേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അനിയന് കോളേജിൽ കൊണ്ടുപോകാനാണ്, ഞാൻ പക്ഷെ ഒന്ന് അലങ്കരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹേയ്, അപ്പോൾ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന്. കാരണം ഞാനത് കുറച്ചത് അന്നേരം ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് കഴിച്ച് നോക്കാം. ആദ്യം കുറച്ച് സാലഡ് ഇങ്ങോട്ട് എടുത്ത് ഈ റൈസിനകത്തേക്ക് ഇങ്ങനെ കുഴയ്ക്കാം. വാവ്, സൂപ്പർ. അയ്യോ, മുളകുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലാതെ കറിവേപ്പിലയായിരുന്നു, സോറി. പട്ടയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റി വെക്കുക, ഇതൊക്കെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇങ്ങോട്ട് എടുക്കുക, ആ സാലഡൊക്കെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ കുഴയ്ക്കുക. വാവ്, കാണുമ്പോൾ തന്നെ എന്നാ രസം നോക്ക്, സൂപ്പർ. മുമ്പ് എടുത്ത സാലഡൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറയാതെ തന്നെ അറിയാം, നിങ്ങൾ തക്കാളി ചോറ് കഴിക്കുന്നവരായിരിക്കും, എങ്കിലും എൻ്റെ അമ്മ വെച്ചെന്നാണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ അഥവാ തക്കാളി ചോറ് വെച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് വെച്ചോ, നിങ്ങൾക്ക് പെട്ടെന്ന് തീരും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
ഈ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ പിള്ളേർക്ക് രാവിലെ കൊടുത്തുവിടാനൊക്കെ പറ്റുന്നൊരു സാധനമാണ്. ഓക്കെ, ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും മനസ്സിലാവും അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും പുതിയ വീഡിയോസ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുക, നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ബിക്കോസ് ഞാനിങ്ങനെ കണ്ടൻറ്റിന് വേണ്ടി നോക്കിയിരിക്കുക. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.